എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യ മനസ്സിലെ അശാന്തിയെക്കുറിച്ചും ലോകത്തിലെ അശാന്തിയെക്കുറിച്ചും വേദാന്തയുടെ പരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ മനുഷ്യ മനസ്സിൽ ഇത്രയും അശാന്തി എന്തുകൊണ്ടാണ് വന്നത്? നമുക്ക് ചുറ്റുമുള്ള ലോകം നോക്കൂ. ബാഹ്യ വികസനത്തിൽ നമ്മൾ പരമാവധി ഉയരത്തിൽ എത്തിക്കഴിഞ്ഞു. ടെക്നോളജി സൗകര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് വേണ്ടുവോളമുണ്ട്. നമ്മളുടെ മെഡിക്കൽ സയൻസിൽ നമ്മൾ അങ്ങേയറ്റം അഡ്വാൻസ്ഡ് ലെവലിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആശയവിനിമയത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ഏറ്റവും നൂതനമായ ടെക്നോളജിയാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. ബഹിരാകാശ ഗവേഷണത്തിലും നമ്മൾ നേട്ടങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ മനുഷ്യ മനസ്സിനെ നോക്കൂ. ഭയം, കോപം, ഡിപ്രഷൻ, ഏകാന്തത, അശാന്തി എല്ലാം കൂടി വരികയാണ്. അപ്പോൾ ചോദ്യം വളരെ ലളിതമാണ്. പുരോഗതി നേടുമ്പോൾ സമാധാനം എന്തുകൊണ്ടാണ് കുറയുന്നത്? നമ്മുടെ പ്രശ്നം പുറത്തായിരുന്നെങ്കിൽ ഈ പുരോഗതി അത് പരിഹരിക്കേണ്ടതായിരുന്നു. അപ്പോൾ യഥാർത്ഥ പ്രശ്നം മനുഷ്യന്റെ ഉള്ളിലാണ്, അത് നമ്മുടെ മനസ്സിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ലോകത്തിന്റെ ഭൂപടം ഒന്ന് നോക്കൂ. ഈ കളറിൽ കാണുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ യുദ്ധമോ അല്ലെങ്കിൽ അതിന് സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നു. രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര കലാപങ്ങൾ, മതസംഘർഷങ്ങൾ മുമ്പില്ലാത്ത വിധം കൂടി വരുന്നു. ഈ കലാപങ്ങളെല്ലാം പുറത്താണ്. എന്നാൽ മനുഷ്യ മനസ്സിനകത്ത് എന്താണ് നടക്കുന്നത്? ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ സ്ട്രെസ്, ഡിപ്രഷൻ, ഈർഷ്യ, ഭയം, വെറുപ്പ് മുതലായവയും കൂടി വരുന്നു. വേദാന്തം ഇവിടെ വ്യക്തമായി ഒരു കാര്യം പറയുന്നു. പുറത്തെ കലാപം എന്നത് മനുഷ്യ മനസ്സിന്റെ ഉള്ളിലെ കലാപത്തിന്റെ പ്രതിഫലനം മാത്രമാണ് എന്ന്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു അശാന്തമായ മനുഷ്യ മനസ്സ് ലോകത്തിന്റെ അശാന്തിക്ക് കാരണമാകുന്നത് എന്ന് നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് അശാന്തിയുള്ള കുറച്ച് മനസ്സുകൾ എന്താണ് സൃഷ്ടിക്കുന്നത്? അശാന്തിയുള്ള കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നു. അശാന്തിയുള്ള കുടുംബങ്ങൾ അശാന്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. അശാന്തമായ സമൂഹങ്ങൾ അശാന്തമായ രാജ്യം സൃഷ്ടിക്കുന്നു. അശാന്തമായ രാജ്യങ്ങൾ അശാന്തമായ ഒരു ലോകം തന്നെ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മനസ്സ് അശാന്തമാണെങ്കിൽ അനന്തരഫലം എന്തായിരിക്കും? തീർച്ചയായും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിലേക്കോ നയിക്കും. സത്യത്തിൽ ലോകം എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. കാരണം ലോകത്തിന് ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ വെറുപ്പ് സൃഷ്ടിക്കാനോ കഴിയില്ല. പക്ഷെ മനുഷ്യ മനസ്സുകൾക്കാണ് അതിനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വിചാരിച്ചാൽ ഈ ലോകം തന്നെ കലാപത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കും. ഇനി നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്ന ഒരു സംഭവം സത്യത്തിൽ ഉണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളും ഞാനും മറ്റുള്ളവരും ഇത് മാത്രമല്ലേ ഉള്ളൂ? ഇതെല്ലാം ചേർന്നതിനെ നമ്മൾ ലോകം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സമാധാനം കൊണ്ടുവരാൻ എവിടെയാണ് ശ്രമിക്കേണ്ടത്? എന്നാൽ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലോക സമാധാനത്തിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്? നമ്മൾ ചർച്ചകൾ നടത്തുന്നു, കോൺഫറൻസുകൾ സംഘടിപ്പിക്കുന്നു, പല കരാറുകളിൽ ഒപ്പുവെക്കുന്നു, ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും മനുഷ്യ മനസ്സുകളുടെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ലോക സമാധാനത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്ത ഒരു ആത്മീയ ഗുരു, അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച വ്യക്തികളോട്, പല രാജ്യത്തിന്റെ പ്രതിനിധികളോട് ലളിതമായി ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാണോ? നിങ്ങൾക്ക് വ്യക്തിപരമായി സമാധാനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ സത്യസന്ധമായി ഇല്ല എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ മനുഷ്യ മനസ്സുകളിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കാതെ ലോകത്തിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തികച്ചും വിഡ്ഢിത്തം നിറഞ്ഞ ഒരു ആശയമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാ പീസ് സമ്മിറ്റ്, ഗ്ലോബൽ സമ്മിറ്റ് അല്ലെങ്കിൽ ലോക സമാധാന ചർച്ചകളും ലോകത്തിന്റെ സമാധാനത്തിലേക്ക് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരാം. ആധുനിക മനുഷ്യൻ ഒരു ദിശയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് പുറത്താണ്. ഒരേ ഒരു ദിശയിൽ, അതായത് ബാഹ്യ ദിശയിലേക്ക് മാത്രം അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബാഹ്യ ലോകത്താണ് സമാധാനവും സന്തോഷവും ഉള്ളത് എന്ന് വിശ്വസിക്കുന്നു. ആന്തരിക ലോകത്തെ പാടെ അവഗണിക്കുന്നു. സ്വയം ആരാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. പുറത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി പായുമ്പോൾ ഉള്ളിലേക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല. ആത്മീയത എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു.
സത്യത്തിൽ ഈ ജീവിത രീതിയാണ് അശാന്തിയുടെ യഥാർത്ഥ കാരണം. വ്യക്തികളും കുടുംബങ്ങളും രാജ്യങ്ങളും സമൂഹവും എല്ലാം ഈ ഒരു ജീവിത രീതിയാണ് പിന്തുടരുന്നത്. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മൾ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പ്രശ്നം എന്താണെന്നും അതിന്റെ മൂല കാരണം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി വേദാന്തം നൽകുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്താണെന്ന് നോക്കാം. വേദാന്തം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വേദാന്തം ബാഹ്യലോകത്തെ പാടെ നിരസിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനോ അല്ല പറയുന്നത്. മറിച്ച് വേദാന്തം പറയുന്നത് ബാഹ്യമായ ജീവിതത്തിനോടൊപ്പം നിങ്ങളുടെ ആന്തരിക ജീവിതവും മെച്ചപ്പെടുത്തണമെന്നാണ്. വേദാന്തം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എക്സ്റ്റേണൽ ലൈഫ് പ്ലസ് ഇന്റേണൽ ലൈഫ്, ഒരു ബാലൻസ്ഡ് ലൈഫ്. നിങ്ങളുടെ ബാഹ്യ ജീവിതം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ തന്നെ അതിൻ്റെ വേരുകൾ, അതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ആന്തരിക ലോകത്തിലാകട്ടെ, ആ ജ്ഞാനത്തിലാകട്ടെ. ഇതുപോലെ ഒരു ലൈഫ് ഡിസൈൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ജീവിത ആശയം മറ്റ് ഒന്നും ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. വേദാന്തം മാത്രമാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വേദാന്ത ആചാര്യനായ ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ഒരു ഭാഷ്യത്തിൽ ഈ ജീവിത രീതി മുന്നോട്ട് വെക്കുന്നു. അദ്ദേഹം പറയുന്നത് ദ്വിവിധോ ഹി വൈദിക ധർമ്മ പ്രവൃത്തി ലക്ഷണ നിവൃത്തി ലക്ഷണശ്ച. അതായത് വൈദിക ജീവിതം 2 തരത്തിലാണുള്ളത്. ഒന്ന് പ്രവൃത്തി ലക്ഷണധർമ്മം, അതായത് എക്സ്റ്റേണൽ എൻഗേജ്മെന്റ്, ബാഹ്യ ലോകത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കൽ. അടുത്തത് നിവൃത്തി ധർമ്മം, നിവൃത്തി ലക്ഷണധർമ്മം, അതായത് ഇന്റേണൽ മെഡിറ്റേഷൻ, ആത്മീയ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കൽ. ശങ്കരാചാര്യർ ഒരു ഫിലോസഫിയോ അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണമോ അല്ല പറയുന്നത്, മറിച്ച് ഒരു സന്തുലിതമായ ജീവിതശൈലി ഓരോ മനുഷ്യനും അവലംബിക്കാൻ വേണ്ടി പറയുന്നു. ഇനി നമുക്ക് ഈ 2 ജീവിത രീതിയെക്കുറിച്ച് വിശദമായി നോക്കാം. ആദ്യത്തേത് പ്രവൃത്തി മാർഗം, ദ പാത്ത് ഓഫ് ആക്ഷൻ. പ്രവൃത്തി മാർഗം എന്നത് ലോകത്തിൽ ജീവിക്കുന്ന വഴിയാണ്, പുറത്തേക്കുള്ള ശ്രദ്ധ കൊടുക്കലാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതം നോക്കിയാൽ ജോലി, കരിയർ, കുടുംബ ബാധ്യതകൾ, പണം സമ്പാദിക്കൽ, ആഗ്രഹങ്ങൾ നിറവേറ്റൽ, അങ്ങനെ എല്ലാം ഈ ജീവിത രീതിയിൽ വരുന്നു. ഈ ജീവിത രീതിക്ക് യാതൊരു തെറ്റും ഇല്ല. പക്ഷേ ഇത് മാത്രമാണ് ജീവിതം എന്ന് നമ്മൾ വിശ്വസിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതം അസന്തുലിതമാകുന്നത്. നമ്മളുടെ ആർത്തിയും അഹങ്കാരവും വർദ്ധിക്കുന്നത്, സ്ട്രെസ്സും ടെൻഷനും കൂടുന്നത്. നിയന്ത്രണമില്ലാത്ത പ്രവൃത്തി നമ്മളെ അശാന്തിയിലേക്ക് നയിക്കുന്നു. അടുത്തത് നിവൃത്തി മാർഗം. നിവൃത്തി എന്നത് ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകലല്ല, ബാഹ്യമായ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്നതുമല്ല, മറിച്ച് ബാഹ്യ ലോകത്തു നിന്ന് നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ്. ബാഹ്യമായ നേട്ടങ്ങൾ ഒന്നും തന്നെ ശാശ്വതമായ ശാന്തിയും സമാധാനവും തരില്ല എന്ന തിരിച്ചറിവാണ്. യഥാർത്ഥ സന്തോഷം എന്നത് ബാഹ്യ വസ്തുക്കളിലല്ല, മറിച്ച് മനസ്സും ശരീരത്തിനും അപ്പുറമുള്ള ഞാൻ എന്ന യാഥാർത്ഥ്യത്തിലാണ് എന്ന തിരിച്ചറിവ് ആണ് ഈ ജീവിത ശൈലി. ഇത് നമ്മളെ ദുരാഗ്രഹത്തിൽ നിന്നും ആർത്തിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പതുക്കെ പതുക്കെ മോചിതനാക്കും. ഇത് ഒരു സന്യാസമല്ല, മറിച്ച് മാനസിക പക്വതയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ സന്തുലിതമായ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. വേദാന്തം ഒന്നിനെ തിരഞ്ഞെടുത്ത് മറ്റേതിനെ ഉപേക്ഷിക്കാൻ അല്ല പറയുന്നത്, മറിച്ച് പ്രവൃത്തിയും നിവൃത്തിയും ഒന്നിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറയുന്നു. സത്യത്തിൽ ഇന്നത്തെ ഈ ലോകത്തിന് ഇതുപോലെയുള്ള ഒരു ജീവിതമല്ലേ വേണ്ടത്? നിങ്ങൾ ചിന്തിക്കൂ. ഇനി എന്താണ് അതിന്റെ നേട്ടങ്ങൾ എന്ന് നോക്കാം. ആദ്യമായി ആന്തരിക സമാധാനവും സന്തോഷവും ബാഹ്യമായ നേട്ടങ്ങളെ ആശ്രയിക്കാതെ നിലനിൽക്കുന്നു. ശാന്തമായ മനസ്സിൽ കലാപ ചിന്തകളോ അധാർമിക ചിന്തകളോ ഉണ്ടാകുന്നില്ല. എല്ലാ മനുഷ്യരെയും സമഭാവത്തിൽ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും സാധിക്കുന്നു. നമ്മുടെ വികാരങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നു. അഹങ്കാരം കുറയുന്നു. നമ്മുടെ കാര്യക്ഷമത കൂടുന്നു. ജീവിതത്തിന് ഒരു ലക്ഷ്യം വന്നു ചേരുന്നു. നമ്മുടെ മനസ്സിന്റെ ശാന്തി നമ്മുടെ കുടുംബത്തിലേക്കും, കുടുംബത്തിന്റെ ശാന്തി സമൂഹത്തിലേക്കും, അത് പതുക്കെ പതുക്കെ ഈ ലോകത്തിലേക്കും പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്റെ പ്രതിസന്ധി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി മാത്രമേ ഉള്ളൂ, നിവൃത്തി ഇല്ലാതാകുന്നു. നമ്മുടെ ജീവിതം മുഴുവൻ ബാഹ്യമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി മത്സരിക്കുന്നു. ഇടവേളകൾ എടുക്കാനോ ആത്മീയ പരിശോധനയ്ക്കോ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
പുറത്ത് നമ്മൾ വിജയിക്കുന്നു, പക്ഷേ ഉള്ളിൽ നമ്മൾ തകർന്നു പോകുന്നു, ശൂന്യരായി തീരുന്നു. വേദാന്തത്തിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. ലോക സമാധാനം എന്നത് ഒരു രാഷ്ട്രീയ പദ്ധതിയല്ല, അത് മാനസികവും ആത്മീയവുമായ ഒരു ഫലമാണ്. നമ്മുടെ മനസ്സ് സുഖപ്പെടുമ്പോൾ ഈ ലോകം സുഖപ്പെടുന്നു. പ്രവൃത്തിയെയും നിവൃത്തിയെയും സന്തുലിതമാക്കിയാൽ കലാപം കുറയുന്നു. ശങ്കരാചാര്യർ കാണിച്ച ഈ ജീവിത രീതി നമുക്കും പിന്തുടരാം. പീസ്ഫുൾ മൈൻഡ്സ് ഈക്വൽ ടു പീസ്ഫുൾ വേൾഡ്. സമാധാനമുള്ള മനസ്സ്, സമാധാനമുള്ള ലോകം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മാന്യ അംഗങ്ങൾക്ക് ആഴത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.